റാം നാരായൺ റാം. ഈ ശരീരത്തിലെ എല്ലാ സ്വരങ്ങളും മുഴങ്ങുമ്പോൾ അതിൽ കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയും നിലനിൽക്കുന്നു. അതുപോലെ മഹാസുരന്റെ സാന്നിധ്യവുമുണ്ട്. അണിമ, ലഘിമ, തേജസ് എന്നിവയും ഈ ശരീരത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. ഈ കേന്ദ്രീകൃത തേജസ്സിന്റെ മൈഥുന മദനത്തിലൂടെ നമ്മൾ ഉണ്ടായി. അതുവഴിയാണ് മഹാസംഗമം കടന്ന് നാം എത്തിയിരിക്കുന്നത്. ഈ തേജസ്സിന്റെ കണങ്ങളിൽ മേഘങ്ങളുടെ സ്വരം, പ്രകാശം, മിന്നലിന്റെ ശക്തി എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. നാം ഈ തേജസ്സിന്റെ കണങ്ങളുടെ എല്ലാ സ്പന്ദനങ്ങളുമായെത്തിയിരിക്കുന്നു. മാനവനെ, യാത്രികനെ, തെറ്റ് ചെയ്യരുത്. വ്യർത്ഥമായി സമയം പാഴാക്കരുത്. നീ ഒരാൾ മാത്രം കൊല്ലുന്നില്ല, അസംഖ്യമായ ആളുകളെയാണ് നശിപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു വീര്യസ്രാവത്തിൽ എത്ര ലക്ഷങ്ങളായ ജീവജാലങ്ങൾ നശിച്ചുപോകുന്നു. ഇങ്ങനെ വലിയൊരു പാപം ചെയ്തിട്ടും നമ്മൾ എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുന്നു? ഒരു യന്ത്രം ഉപയോഗിച്ച് നോക്കിയാൽ കാമോന്മാദത്തിൽ നമുക്കുള്ള രൂപം വ്യക്തമായി കാണാം. നാം എത്രത്തോളം വ്യത്യസ്തരായ എത്ര മന്തിയെ ഉൾക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് അപ്പോൾ മനസ്സിലാകും.